ഗുഡ് മോർണിംഗ് ഓൾ. എയിംസ് ഡോർസെറ്റ് റെയിൽവേ പോലുള്ള കേന്ദ്ര ഗവൺമെന്റ് നഴ്സിംഗ് ഓഫീസർ എക്സാം തയ്യാറെടുക്കുന്നവർക്കായിട്ടുള്ള ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് സബ്ജക്റ്റിന്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് സിലബസിന്റെ ആദ്യ യൂണിറ്റ് ആയിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ആവറേജ് ആണ് അല്ലെ. ആവറേജിന്റെ ബേസിക് ഫോർമുലയും ആ ബേസിക് ഫോർമുല ഉപയോഗിച്ചിട്ടുള്ള ഈ 15 പ്രീവിയസ് ഇയർ എക്സാം ക്വസ്റ്റ്യൻസ് നമ്മൾ ആദ്യ ക്ലാസ്സിൽ പഠിക്കുകയുണ്ടായി. രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ ആവറേജിന്റെ സെക്കൻഡ് പാർട്ടായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് റോങ്ലി റിട്ടൺ വാല്യൂസ്. അതായത് ഇപ്പൊ ഒരു ഗ്രൂപ്പിലെ കുട്ടികളുടെ മാർക്ക് എൻ്റർ ചെയ്തപ്പോ ഒരാളുടെ മാർക്ക് 60 മാർക്കിന് പകരം 80 മാർക്ക് ആയിട്ട് രേഖപ്പെടുത്തി. ശരിക്കും 60 മാർക്ക് ആയിരുന്നു, പക്ഷെ എഴുതിയപ്പോ 80 മാർക്കായിട്ടാണ് എഴുതിയത്. ആ 80 മാർക്ക് വെച്ചിട്ടാണ് ആവറേജ് കണ്ടുപിടിച്ചത്. സോ അപ്പൊ കിട്ടിയ ഒരു ആവറേജ് ഉണ്ട് അല്ലെ. പക്ഷെ ശരിക്കും എത്രയാ എഴുതേണ്ടിയിരുന്നത്? 60 മാർക്കാണ്. 60 മാർക്കിന്റെ സ്ഥാനത്താണ് 80 മാർക്ക് എടുത്ത് നമ്മൾ ആവറേജ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ശരിക്കുള്ള മാർക്കായിട്ടുള്ള 60 മാർക്കാണ് എൻട്രി ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ 60 മാർക്ക് വെച്ചിട്ടുള്ള കറക്റ്റ് ആവറേജ് എത്രയാണ്? അല്ലെങ്കിൽ 80 മാർക്കുള്ള ഒരു കുട്ടിയുടെ മാർക്ക് 60 കുറച്ചാണ് എടുത്തത്. സോ അങ്ങനെയാണെങ്കിൽ ശരിയായിട്ടുള്ള കറക്റ്റ് ആവറേജ് എത്രയാണ്? സോ ഈ രണ്ട് രീതിയിൽ ഇങ്ങനെ റോങ് ആയിട്ട് നമ്മൾ വാല്യൂസ് എൻട്രി ചെയ്യാം. അതായത് ചിലപ്പോൾ കൂട്ടി ശരിക്കുള്ള മാർക്കിനേക്കാളും കൂടുതൽ മാർക്ക് എടുത്തിട്ട് ആവറേജ് കണ്ടുപിടിക്കാം. ചിലപ്പോൾ കൂടുതൽ മാർക്കിന് നമ്മൾ കുറച്ചെടുത്തിട്ട് ആവറേജ് കണ്ടുപിടിക്കാം. അങ്ങനെ വരുന്ന സിനാരിയോയില് എങ്ങനെയാണ് കറക്റ്റ് ആവറേജ് കണ്ടുപിടിക്കുന്നത്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ചോദ്യം കൂടി ഈ ടൈപ്പിൽ വരുന്നുണ്ട്. അതായത് ഒരു കുട്ടിയുടെ മാർക്ക് അല്ലെങ്കിൽ കുട്ടിയുടെ വെയിറ്റ് തെറ്റായിട്ട് 60 പകരം 80 എന്ന് എടുത്തപ്പോൾ ആവറേജിൽ വ്യത്യാസമുണ്ടായി. അത് കൂടുതലാകാം, കുറവാണ്. എനിവേ തെറ്റായിട്ട് രേഖപ്പെടുത്തിയപ്പോൾ ആവറേജിൽ ഇത്ര വ്യത്യാസമുണ്ടായി. അങ്ങനെയാണെങ്കിൽ ആ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ആ ക്ലാസ്സിൽ എത്ര കുട്ടികളാണ് ഉള്ളത്? ഈ രണ്ട് ടൈപ്പ് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ഒരു 10 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കാൻ പോകുന്നത്. സോ എല്ലാവരും നോട്ട് എഴുതിയെടുത്ത് പ്രോബ്ലംസ് എഴുതിയെടുത്ത് തന്നെ വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. രണ്ടാമത്തെ ടൈപ്പ് ആവറേജിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കാൻ പോകുന്നത്. ദാറ്റ് ഇസ് റോങ്ലി റിട്ടൺ വാല്യൂസ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് തന്നെ ചെയ്ത് പഠിച്ചു പോകണം. സോ ആദ്യമേ ഞാൻ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് പറയാം. ഇവിടെ നമ്മള് കുട്ടിയുടെ മാർക്ക് അല്ലെങ്കിൽ വെയിറ്റ് നമ്മൾ ഒരു 60 പകരം 80 എടുക്കുന്നു, അതായത് കൂടുതൽ എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ 60 മാർക്ക് വെച്ചുള്ള ശരിയായിട്ടുള്ള ആവറേജ് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ 80 മാർക്കിന് പകരം 60 മാർക്ക് എടുക്കുന്നു, അതായത് 20 മാർക്ക് കുറച്ചാണ് എടുത്തിരിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ശരിക്കുള്ള 80 മാർക്ക് വെച്ച് കൂട്ടുകയാണെങ്കിൽ എത്രയാണ് കറക്റ്റ് ആയിട്ടുള്ള ആവറേജ്? ഈ രീതിയിലുള്ള ചോദ്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മളിവിടെ വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കുന്നത്. അതുകൂടാതെ നമ്മൾ പറഞ്ഞു, ഇങ്ങനെ തെറ്റായിട്ട് രേഖപ്പെടുത്തിയപ്പോൾ ആവറേജിൽ ഇത്ര വ്യത്യാസമുണ്ടായി. അങ്ങനെയാണെങ്കിൽ എത്ര കുട്ടികൾ ആണ് ആ ഗ്രൂപ്പില് അല്ലെങ്കിൽ ആ ക്ലാസ്സിൽ ഉള്ളത്? ഈ രണ്ട് ടൈപ്പ് ചോദ്യങ്ങളാണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കുക. സോ ആദ്യത്തെ ചോദ്യം ഉണ്ടോ? സോ ചോദ്യം ഇതാണ്: ആവറേജ് വെയിറ്റ് ഓഫ് 20 സ്റ്റുഡൻസ് വാസ് കാൽക്കുലേറ്റഡ് 70 കിലോഗ്രാം. It was later discovered that one weight was misread as 70 instead of 90. The correct average in kilogram is 80, 72, 75, 71. ഏതാണ് കറക്റ്റ് ആവറേജ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് വായിച്ച് മനസ്സിലാക്കുക. ആവറേജ് വെയിറ്റ് ഓഫ് 20 സ്റ്റുഡൻസ്, ഇവിടെ എൻ തന്നിട്ടുണ്ട് അല്ലെ. എൻ എന്ന് പറയുന്നത് 20 സ്റ്റുഡൻസ് ആണ്. ആവറേജ് എന്ന് പറയുന്നത് എത്രയാണ്? ആവറേജ്, യെസ്, ആവറേജ് മീൻ അല്ലെങ്കിൽ ആവറേജ് എന്ന് പറയുന്നത് 70 കിലോഗ്രാം ആണ് അല്ലെ, 70. ഇറ്റ് വാസ് ലേറ്റർ ഡിസ്കവേർഡ് ദാറ്റ് വൺ വെയിറ്റ് വാസ് മിസ്റീഡ് ആസ് 70 ഇൻസ്റ്റെഡ് ഓഫ് 90. തെറ്റായിട്ട് ഇവിടെ വായിച്ചിരിക്കുന്നത് എത്രയാണ്? 90 പകരം 70 ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇങ്ങനെ ആവറേജ് കണ്ടുപിടിച്ചപ്പോൾ 90 കിലോ വെയിറ്റിന് പകരം ഒരു കുട്ടിയുടെ വെയിറ്റ് തെറ്റായിട്ട് 70 കിലോഗ്രാം എന്നാണ് എടുത്തത്. 70 ആണ് നമ്മളിപ്പോ എടുത്ത് ആവറേജ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ശരിക്കും എത്രയായിരുന്നു വെയിറ്റ് ആ കുട്ടിയുടേത്? 90 ആണ്. അപ്പൊ നമ്മൾ ഇവിടെ എത്രയാണ് കുറച്ചെടുത്തിരിക്കുന്നത്? 90 കിലോയ്ക്ക് പകരം 70 കിലോ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. സോ 20 കിലോ കുറച്ചാണ് എടുത്തിരിക്കുന്നത് അല്ലെ. ശരിക്കുള്ള വാല്യൂവിൽ നിന്നും 20 കിലോഗ്രാം കുറച്ചെടുത്തിട്ടാണ് നമ്മൾ ഇവിടെ ആവറേജ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇതിന്റെ ശരിയായിട്ടുള്ള ആവറേജ് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ആദ്യം ഇവിടെ എന്താ വേണ്ടത്? ശരിക്കും തുക കണ്ടുപിടിക്കണം അല്ലെ. ഇപ്പൊ തുക എത്രയെന്നുള്ളത് കണ്ടുപിടിക്കണം. ആ തുകയുടെ കൂടെ നമ്മൾ ഈ വ്യത്യാസം, അതായത് ശരിക്കുള്ള വാല്യൂവിൽ നിന്നും 90 പകരം 20 കുറച്ച് 70 ആണ് എടുത്തിരിക്കുന്നത്. അപ്പോ ആ ആവറേജിൽ നിന്നും നമുക്ക് തുക കണ്ടുപിടിച്ചതിന് ശേഷം
നമുക്ക് എത്ര കൂടി അതിന്റെ കൂടെ കൂട്ടേണ്ടി വരും? വ്യത്യാസമായിട്ടുള്ള 20 കിലോഗ്രാം അല്ലെ. 70 കിലോ ആണ് എടുത്തിരിക്കുന്നത്. ശരിക്കും എടുക്കേണ്ടിയിരുന്നത് 90 കിലോഗ്രാം ആണ്. ആ 90 പകരം 20 കിലോഗ്രാം കുറച്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ തുകയുടെ കൂടെ നമ്മൾ ശരിക്കും ആവറേജ് കിട്ടണമെങ്കിൽ എന്തുകൂടെ കൂട്ടണമായിരുന്നു? 70 പകരം 90 കിലോഗ്രാം ആണ് എടുക്കേണ്ടിയിരുന്നത്. അതായത് ഇപ്പൊ ഉള്ള തുകയുടെ കൂടെ ഒരു 20 കിലോഗ്രാം കൂട്ടുന്നതാണ് ശരിക്കുള്ള തുക എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇപ്പൊ കിട്ടിയിരിക്കുന്ന ആവറേജിന്റെ തുകയുടെ കൂടെ 20 കിലോഗ്രാം കൂടെ കൂട്ടണം. 70 കിലോഗ്രാമേ എടുത്തിട്ടുള്ളൂ. 90 കിലോഗ്രാം ആണ് എടുക്കേണ്ടിയിരുന്നത്. അപ്പൊ ആ ഒരു 20 കിലോഗ്രാം കൂടി ഇപ്പൊ ഉള്ള തുകയുടെ കൂടെ കൂട്ടുമ്പോഴാണ് യഥാർത്ഥ തുക കിട്ടുക. ആ യഥാർത്ഥ തുകയെ ടോട്ടൽ നമ്പർ ഉണ്ടോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശരിയായിട്ടുള്ള ആവറേജ് കറക്റ്റ് ആവറേജ് കിട്ടും. നോർമൽ ആയിട്ട് നമ്മൾ ചെയ്യുന്ന മെത്തേഡ്. പക്ഷേ ഇതിന് കുറച്ച് ടൈം കൂടുതലായിട്ട് വേണം. അപ്പൊ അടുത്ത് ഞാനൊരു വളരെ എളുപ്പത്തിൽ ഒരു ട്രിക്ക് പറഞ്ഞുതരാം. അത് വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ പ്രോബ്ലംസ് എല്ലാം ചെയ്യുന്നത്. ബേസിക് കൺസെപ്റ്റ് നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക. നമ്മൾ പണ്ട് ക്ലാസ്സിൽ പഠിച്ചിരുന്നത് ഈ ഒരു മെത്തേഡിലാണ്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് തുക കണ്ടുപിടിക്കുക. ശരിയായിട്ടുള്ള രീതിയാണ് ഞാൻ ആദ്യം പറയുന്നത്. പിന്നെ നമ്മൾ ട്രിക്ക് പഠിക്കാം. അപ്പൊ ആദ്യം നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താണ്? തുക. സമ്മ് കണ്ടുപിടിക്കാൻ. തുക കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ആവറേജിനെ എത്ര എണ്ണം ഉണ്ടോ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തുക കിട്ടും. ആവറേജിനെ എണ്ണം കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ തുക കിട്ടും. ആവറേജ് എന്ന് പറയുന്നത് 70 ആണ്. എണ്ണം എന്ന് പറയുന്നത് 20 ആണ്. സോ 70 ഗുണം 20 7 14 1400 എന്ന് തുക കിട്ടും. പക്ഷെ ഈ തുക എന്ന് പറയുന്നത് എന്താണ്? ഓൾറെഡി ഉള്ള ആവറേജിന്റെ തുകയാണ് അല്ലെ. അതായത് 90 പകരം 70 കിലോഗ്രാം തെറ്റായിട്ട് എടുത്തപ്പോൾ ഉള്ള തുകയാണ് 1400 എന്ന് പറയുന്നത്. അപ്പൊ ശരിയായിട്ടുള്ള തുക എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഈ 1400ന്റെ കൂടെ ആ ഒരു വ്യത്യാസം നമ്മൾ തെറ്റായിട്ട് എടുത്തതിലുള്ള വ്യത്യാസം. 70-ന് 90 വരെ 70 എടുത്തത്. ശരിയായിട്ട് എടുക്കേണ്ടത് 90 കിലോഗ്രാം ആയിരുന്നു. സോ ഒരു 20 കിലോഗ്രാം കൂടി നമ്മൾ എന്ത് ചെയ്യണം? ആ തുകയുടെ കൂടി കൂട്ടണം. സോ 20 കിലോഗ്രാം കൂട്ടുന്നതാണ് യഥാർത്ഥ തുക എന്ന് പറയുന്നത്. 1420 കിലോഗ്രാം എന്ന് കിട്ടും ടോട്ടൽ വെയിറ്റ്. ശരിയായിട്ടുള്ള തുക എന്ന് പറയുന്നത് 1420 കിലോഗ്രാം ആണ്. അപ്പൊ യഥാർത്ഥ തുക നമുക്ക് കിട്ടിയാൽ ഇനി ആവറേജ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? തുക ഡിവൈഡഡ് ബൈ എണ്ണം. സോ 1420 ഡിവൈഡഡ് ബൈ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 20 ആണ്. 20 സ്റ്റുഡൻസ് ആണ്. സോ 20. സോ ക്യാൻസൽ ആകും. 0 2 കൊണ്ട് 7 2 1. സോ 71 ആൻസർ. സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. എല്ലാവർക്കും ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലാവും. കാരണം ഈ ഒറ്റ കാര്യം പഠിച്ചാൽ മതി. അപ്പൊ ഇവിടെ എണ്ണവും ആവറേജ് തന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ എടുത്തത് ഒരു സംഖ്യ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരാളുടെ വെയിറ്റ് എന്ന് പറയുന്നത് 90 പകരം 70 ആണ് എടുത്തത്. സോ 20 കിലോഗ്രാം കുറച്ചാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ആവറേജ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ 70ന്റെ സ്ഥാനത്ത് 90 കിലോഗ്രാം അവിടെ കൊടുക്കണം. അപ്പൊ ഇവിടെ ഓൾറെഡി 70 കിലോഗ്രാം എടുത്തു. 90 കിലോഗ്രാം ആകാൻ ഇനി 20 കൂടെ കൂട്ടിയാൽ മതി. അപ്പൊ ആകെ തുക കണ്ടുപിടിക്കുക. ആവറേജും നമ്പറും കൂടെ കുടിച്ച് ആകെ തുക കണ്ടുപിടിക്കുക. അതിന്റെ കൂടെ ഈ ഒരു വ്യത്യാസം നമ്മൾ എത്രയാണോ കുറച്ചെടുത്തത് അത്രയും കൂടി കൂട്ടണം. ക്ലിയർ അല്ലേ? അപ്പൊ യഥാർത്ഥ തുക കിട്ടും. അതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയായിട്ടുള്ള ആവറേജ് കിട്ടും. സോ 71 ഇവിടെ ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? സോ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ 90-ന് പകരം 70, അതായത് കുറച്ചാണ് എടുത്തിരിക്കുന്നത്. ശരിക്കുള്ള സംഖ്യയിൽ നിന്നും വാല്യൂ കുറച്ചിട്ടാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അവിടെ എത്രയാണോ ആ വ്യത്യാസം അത് തുകയുടെ കൂടെ കൂട്ടണം അല്ലെ. തുക കാരണം 90 എടുത്തു കഴിഞ്ഞാൽ ആവറേജ് കുറച്ചുകൂടെ കൂടും. തുക കുറച്ചുകൂടെ കൂടും. തുക കൂടിയാൽ ആവറേജ് കുറച്ചുകൂടി കൂടും. ക്ലിയർ? ഇനി തിരിച്ചാലോചിച്ച് നോക്കി. 70ന്റെ സ്ഥാനത്ത് 70-ന് പകരം 90 ആണ് എടുത്തതെന്ന് കരുതി. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ചെയ്യാം? ഒന്ന് ആലോചിച്ച് നോക്കി. 70-ന് പകരം 90 എടുത്തു. അതായത് കൂട്ടിയാണ് ഓൾറെഡി എടുത്തിരിക്കുന്നത്. 70-ന് പകരം 90 ആണ് എടുത്തത്. സോ അവിടെ കൂട്ടി എഴുതിയിരിക്കുകയാണ്. അപ്പൊ ശരിക്കുള്ള തുക എന്ന് പറയുന്നത് ഇതിനേക്കാളും കുറവായിരിക്കും അല്ലെ. കുറവായിരിക്കും. കാരണം 70-ന് പകരം 90 ആണ് എടുത്ത് 20 കൂടുതലാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ആ 20 തുകയിൽ നിന്ന് കുറയ്ക്കണം. കുറഞ്ഞ സംഖ്യക്ക് പകരം അതിനേക്കാളും കൂടുതൽ വാല്യൂ തെറ്റായിട്ട് എടുത്തിട്ട് ആവറേജ് കണ്ടുപിടിക്കാം. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ആവറേജ് കണ്ടുപിടിക്കാൻ ആ തുക കണ്ടുപിടിക്കുക. ആ തുകയിൽ നിന്നും എത്രയാണോ നമ്മൾ തെറ്റായിട്ട് കൂടുതൽ എടുത്തത് ആ കൂടുതൽ എടുത്തതിനെ കുറച്ചിട്ട് വേണം യഥാർത്ഥ തുക എഴുതാൻ. എന്നിട്ട് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആവറേജ് കിട്ടാം. ഈ രണ്ട് ടൈപ്പേ ഉള്ളൂ ഈ പ്രോബ്ലം. എല്ലാവർക്കും മനസ്സിലായോ? നമ്മൾ വലിയ സംഖ്യയിൽ നിന്ന് നമ്മൾ തെറ്റായിട്ട് കുറഞ്ഞ സംഖ്യയാണ് കുറച്ചാണ് എടുത്തിരിക്കുന്നതെങ്കിൽ തുകയുടെ കൂടെ ആ വ്യത്യാസം കൂട്ടണം. ഇനി
നമ്മൾ തെറ്റായിട്ട് കൂടുതലാണ്, ശരിക്കുള്ള വാല്യൂവിനേക്കാളും കൂടുതലാണ് നമ്മൾ എടുത്തിരിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഉള്ള തുകയിൽ നിന്നും ആ നമ്മൾ കൂടുതൽ എടുത്താൽ എത്രയാണോ കൂടുതൽ എടുത്തത് അത്രയും തുകയിൽ നിന്ന് കുറച്ച് വേണം യഥാർത്ഥ തുക എടുക്കാൻ. നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ കറക്റ്റ് ആയിട്ടുള്ള ആവറേജ്. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ ഈ ടൈപ്പ് പ്രോബ്ലംസിലുള്ളൂ. ഓക്കെ അല്ലേ? പക്ഷെ നിങ്ങൾ ആലോചിക്കും, ഇത്രയും നമ്മൾ ഗുണിച്ച് അതിന്റെ ആവറേജ് തുക കണ്ടുപിടിക്കണം, പിന്നെ അതിനെ കൂട്ടണം, പിന്നെ ഡിവൈഡ് ചെയ്യും, ഇത്രയും കാര്യങ്ങൾ അതിലേക്ക് നമ്മൾ ചെയ്യണം. അപ്പൊ ഇതിന് കുറച്ചുകൂടി നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം. അപ്പൊ നിങ്ങൾ ആദ്യം ആലോചിക്കുക, ഇവിടെ തെറ്റായിട്ട് എടുത്തിരിക്കുന്ന 70-ന് പകരം 90-ന് പകരം 70 എടുത്തിരിക്കുന്നത്. ശരിക്കുള്ള വാല്യൂ 90. അതിന് പകരം കുറഞ്ഞ 20 കുറച്ച് 70 നമ്മൾ തെറ്റായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പൊ ശരിക്കുള്ള ആവറേജ് എന്ന് പറയുന്നത് 20 കൂട്ടി വേണം നമ്മൾ എടുക്കാൻ, അല്ലെ? തുകയിൽ 20 കൂട്ടും, അല്ലെ? കൂട്ടി എടുത്താലേ ശരിയായിട്ടുള്ള സംഖ്യ ആവുള്ളൂ, 90 ആവുള്ളൂ. അപ്പോൾ 20 കൂട്ടിയെടുത്താൽ മാത്രമേ തുകയില് 20 കൂട്ടിയെടുത്താൽ മാത്രമേ കറക്റ്റ് ആയിട്ടുള്ള ആവറേജ് കിട്ടുള്ളൂ. തുക 20 കൂടിയാൽ അതിന്റെ അർത്ഥം എന്താണ്? ആവറേജും കൂടുന്നതാണ്, അല്ലെ? തുക 20 കൂടുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആവറേജും ഇപ്പൊ ഉള്ളതിനേക്കാളും കൂടുന്നതാണ്. തിരിച്ചാണെങ്കിലോ, കൂടുതലാണ് എടുത്തിരിക്കുന്നതെങ്കിൽ എത്രയാണ് കൂടുതൽ എടുത്തിരിക്കുന്നത് അത്രയും കുറയ്ക്കണം തുകയിൽ, അല്ലെ? പുതിയ തുകയിലും അല്ലെങ്കിൽ യഥാർത്ഥ തുകയിൽ ഇത്രയും നമ്മൾ കൂടുതലെടുത്തത്, തെറ്റായിട്ട് കൂടുതലെടുത്തത് കുറയ്ക്കണം. അവിടെ എന്താണ്? തുക കുറയുകയാണ് ചെയ്യുന്നത്. ഈ രണ്ട് കൺസെപ്റ്റ് ഒന്ന് ഓർക്കുക. തുകയിൽ നമ്മൾ കൂട്ടുകയാണ് വേണ്ടതെങ്കിൽ, തുകയിൽ നിന്ന് പുതിയതായിട്ട് തെറ്റായിട്ട് എടുത്ത വാല്യൂ കൂട്ടുകയാണ് വേണ്ടതെങ്കിൽ ഉറപ്പായിട്ടും ആവറേജ് കൂടും. തുകയിൽ നിന്ന് തെറ്റായിട്ട് എടുത്ത വാല്യൂ നമ്മൾ കുറയ്ക്കുകയാണ് വേണ്ടതെങ്കിൽ ആവറേജ് കുറയുകയാണ് ചെയ്യുക. ഈ ബേസിക് കൺസെപ്റ്റ് ഉണ്ടാവും. ക്ലിയർ? അപ്പൊ ഈ ടൈപ്പ് പ്രോബ്ലം ചെയ്യാനായിട്ട് നിങ്ങൾ എളുപ്പ വഴി എന്ന് പറയുന്നത്, നമ്മൾ ആവറേജ് ആദ്യം എഴുതി. ആവറേജ് എഴുതി ഇവിടെ നമ്മൾ തുകയുടെ കൂടെ 20 കൂട്ടുകയാണ് വേണ്ടത്. തുകയുടെ കൂടെ 20 കൂട്ടി വേണം നമ്മൾ പുതിയ തുക, യഥാർത്ഥ തുക എടുക്കാൻ. നിങ്ങൾ മനസ്സിലാക്കുക, തുക കൂടിയാൽ ആവറേജ് കൂടും. സോ ആവറേജിന്റെ കൂടെ ഒരു പ്ലസ് കൊടുക്കുക. 70 കിലോഗ്രാം ആണ് ഇപ്പോഴത്തെ ആവറേജ്. സിമ്പൽ ആദ്യം കൊടുക്കുക. പ്ലസ് കൊടുത്തതിന് ശേഷം എത്രയാണ് തുകയിൽ വ്യത്യാസം വന്നത്? 20 കൂടിയത്, അല്ലെ? 20 കൂടിയത്. തുകയില് 20 കൂടിയത്. നമുക്കറിയാം ആവറേജ് എന്ന് പറയുന്നത് തുക എത്ര കൂടിയാൽ, അല്ലെങ്കിൽ ആ തുക ഡിവൈഡഡ് ബൈ എണ്ണമാണ്. അപ്പൊ തുക 20 കൂടിയാൽ ആ 20-നെ എത്ര സ്റ്റുഡൻസ് ഉണ്ടോ അത്രയും പേരെ തുല്യമായിട്ട് വീതിക്കണം. അതാണ് നമ്മൾ ആവറേജ് എന്ന് ആദ്യത്തെ ക്ലാസ്സിൽ ബേസിക് ആയിട്ട് പഠിച്ചു. 20 വ്യത്യാസം, അല്ലെങ്കിൽ തുകയിൽ വരുന്ന വ്യത്യാസമാണ് നമ്മൾ ആഡ് ചെയ്യുന്നതെങ്കിൽ അത്രയും തുകയെ ആ 20 പേർക്കായിട്ട് തുല്യമായിട്ട് വീതിക്കണം. അതാണ് ആവറേജ്. ഇപ്പോ ആദ്യത്തെ ആവറേജ് നമ്മൾ എഴുതി, പ്ലസ് എത്രയാണ് തുകയിൽ വരുന്ന വ്യത്യാസം ഡിവൈഡഡ് ബൈ എണ്ണം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ എണ്ണം എത്രയാണ്? 20. അപ്പൊ 20 തുകയിൽ വരുന്ന വ്യത്യാസം നമ്മൾ മുകളിൽ എഴുതി, 20 ഡിവൈഡഡ് ബൈ എത്ര കുട്ടികളുണ്ടോ അത്രയും പേർക്ക് തുല്യമായിട്ട് വീതിച്ചു. സോ 20/20 എടുത്തു കഴിഞ്ഞാൽ ആൻസർ ആയി. ഇപ്പൊ 20/20 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒന്നാണ്. ഇപ്പൊ 70 കിലോഗ്രാമിന്റെ കൂടെ 1 കൂട്ടിയാൽ പുതിയ ആവറേജ് കിട്ടും. അപ്പൊ ആവറേജിൽ വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത് 1 സോ 70 + 1 71 ആൻസർ കിട്ടും. സോ ഒറ്റയടിക്ക് ആൻസർ കിട്ടും. ഓക്കെ ആണോ? ബേസിക് കൺസെപ്റ്റ് മനസ്സിലാക്കുക. നമ്മള് കൂടിയ സംഖ്യക്ക് വരെ കുറഞ്ഞ സംഖ്യയാണ് തെറ്റായിട്ട് എടുത്തതെങ്കിൽ എത്രയാണോ ശരിയായിട്ട് എഴുതേണ്ടിയിരുന്ന വാല്യൂ, അല്ലെങ്കിൽ ആ ഒരു വ്യത്യാസം എത്രയാണോ അത്രയും നമ്മൾ കൂട്ടുകയാണ് വേണ്ടത്, അല്ലെ? കാരണം തുക കൂടിയാൽ ആവറേജ്. സോ നമ്മൾ ആദ്യം ഇപ്പോഴത്തെ ആവറേജ് എഴുതി, അതിന്റെ കൂടെ കൂട്ടുകയാണ്, തുക കൂടുകയാണെങ്കിൽ പ്ലസ് സിമ്പൽ കൊടുക്കണം. തുകയിൽ കുറയ്ക്കുകയാണ് വേണ്ടതെങ്കിൽ, അതായത് നമ്മള് ഓൾറെഡി തെറ്റായിട്ട് കൂടുതലാണ്, ഓൾറെഡി ഉണ്ടായിരുന്ന വാല്യൂവിനേക്കാളും കൂടിയ വാല്യൂ കൊടുത്താണ് നമ്മൾ ആവറേജ് കണ്ടുപിടിച്ചതെങ്കിൽ നമ്മളത് അത്രയും കൂടുതൽ എടുത്തത് കുറയ്ക്കുകയാണ് വേണ്ടത്. അപ്പൊ അപ്പൊ എന്ത് ചെയ്യും? മൈനസ് വരും. മൈനസ് ആണ് കൊടുക്കുക. സോ എത്രയാണോ വ്യത്യാസം, ആ വാല്യൂസ് നമ്മൾ തെറ്റായിട്ട് എടുത്തതിൽ വരുന്ന വ്യത്യാസം എടുത്തിട്ട് എത്ര സ്റ്റുഡൻസ് ഉണ്ട് അത്രയും പേർക്ക് തുല്യമായിട്ട് വീതിച്ചാൽ കിട്ടുന്നതാണ് പുതിയ ആവറേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആവറേജിലെ വ്യത്യാസം എന്ന് പറയുന്നത്. ആ ആവറേജിലെ വ്യത്യാസത്തെ ഓൾറെഡി ഉള്ള ആവറേജിന്റെ കൂടെ കൂട്ടിയാൽ അല്ലെങ്കിൽ കുറച്ചാൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആവറേജ് കിട്ടും. കിട്ടിയോ? ഈ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ ഞാൻ ഒരിക്കൽ കൂടി ഇത് പറയാം എളുപ്പ വഴിയില്ല. അപ്പൊ നമ്മൾ ആദ്യം ആവറേജ് എഴുതി, ഇപ്പോഴത്തെ ആവറേജ് എഴുതി. പിന്നെ നമ്മൾ എടുത്തത് 90-ന് പകരം 70 ഇപ്പൊ എടുത്ത് ചെയ്തിരിക്കുന്നത്. ശരിക്കും എടുക്കേണ്ടിയിരുന്നത് 90. സോ 20 കൂടി കൂട്ടിയാൽ മാത്രമേ യഥാർത്ഥ തുക കിട്ടുള്ളൂ. തുക 20 കൂട്ടണമെങ്കിൽ ആവറേജും കൂടും. സോ ആവറേജിന്റെ കൂടെ ഒരു പ്ലസ് ഇട്ടു. ഇനി പുതിയതായിട്ട് കൂടുന്ന വാല്യൂ എന്ന് പറയുന്നത് 20.
ആ 20 എന്ന് പറയുന്നത്, തുകയിൽ വരുന്ന വ്യത്യാസം 20 എന്ന് പറയുന്നത് എത്ര കുട്ടികളുണ്ടോ അത്രയും പേർക്ക് തുല്യമായിട്ട് വീതിക്കണം. അതാണ് പുതിയ ആവറേജിലുണ്ടാകുന്ന വ്യത്യാസം എന്ന് പറയുന്നത്. സോ കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 20 ആണ്. സോ 20/20 ഒന്നാണ്. സോ 70+1 ദാറ്റ് ഈസ് 71 ആണ് ശരിയായിട്ടുള്ള ആവറേജ് എന്ന് പറയുന്നത്. കിട്ടിയോ? എളുപ്പമല്ലേ? സോ ഇനി നമുക്ക് 9 ചോദ്യങ്ങളുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട്. 17ാമത്തെ ചോദ്യം. The average weight of 25 bags is 55 kilogram. The weight of one bag was misread as 65 instead of 56. Find the correct mean. RRB NTPC 2016 എക്സാം ക്വസ്റ്റ്യൻ ആണ്. 55.25, 55.36, 54.64, 55.65. സോ ഇനി ഞാൻ എല്ലാം പുതിയ നമ്മുടെ മെത്തേഡിലായിരിക്കും ചെയ്യുന്നത്. അപ്പൊ ഓൾറെഡി ഉള്ള ആവറേജ് എന്ന് പറയുന്നത് 55 കിലോഗ്രാം അല്ലെ. 25 ബാഗ് എൻ എന്ന് പറയുന്നത് 25 ആണ്. ഇപ്പോൾ ഉള്ള ആവറേജ് 55 ആണ്. ഇനി നമ്മൾ തെറ്റായിട്ട് എടുത്തത് 65 ഇൻസ്റ്റെഡ് ഓഫ് 56 ആണ്. 65 ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ശരിക്കുള്ള വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 56,000. 56 എടുക്കേണ്ട സ്ഥാനത്ത് നമ്മൾ 65 തെറ്റായിട്ട് എടുത്തു. അങ്ങനെ ആവറേജ് കണ്ടുപിടിച്ചപ്പോഴാണ് 55 ആവറേജ് ആയിട്ട് കിട്ടിയത്. ശരിക്കും എടുക്കേണ്ടിയിരുന്നത് എത്രയാണ്? 56. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ആവറേജ് അല്ലെങ്കിൽ മീൻ വാല്യൂ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അതായത് 65-ന് പകരം 56 എടുത്തിരുന്നെങ്കിൽ ആവറേജ് എത്രയാകുമായിരുന്നു? അപ്പൊ 65 എന്ന് പറയുന്നത് 56-നേക്കാളും കൂടുതലാണ് ഓൾറെഡി എടുത്തിരിക്കുന്നത്. അതെ, ശരിക്കുള്ള വാല്യൂവിനേക്കാളും 56-നേക്കാളും കൂടുതൽ എടുത്തിട്ടാണ് ആവറേജ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? യഥാർത്ഥ തുക കണ്ടുപിടിക്കുമ്പോ കൂടുതൽ എടുത്തിരിക്കുന്നത് എത്രയാണോ കൂടുതൽ, തെറ്റായിട്ട് കൂടുതൽ എടുത്തിരിക്കുന്നത് അത്രയും നമ്മൾ തുകയിൽ നിന്ന് എന്ത് ചെയ്യണം? കുറയ്ക്കണം. ക്ലിയർ? അപ്പൊ തുകയിൽ നിന്ന് കുറയ്ക്കുകയാണ് വേണ്ടതെങ്കിൽ ഉറപ്പായിട്ടും ആവറേജും കുറയും. അപ്പൊ ആവറേജ് അവിടെ ഞാൻ എന്ത് ചെയ്തു? ഒരു മൈനസ് സിമ്പൽ ഇട്ടു. കാരണം ആവറേജിന്റെ ഓൾറെഡി ഉള്ള ആവറേജിനേക്കാളും കുറവായിരിക്കും പുതിയ ആവറേജ് എന്ന് പറയുന്നത്. കാരണം ഓൾറെഡി നമ്മൾ തെറ്റായിട്ട് 56-ന് പകരം 65 എടുത്തിട്ട് ആവറേജ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പൊ 56 വെച്ച് ചെയ്താൽ ഉറപ്പായിട്ടും ആവറേജ് കുറവായിരിക്കും. കിട്ടിയോ? ഇനി എത്രയാണ് നമ്മൾ തെറ്റായിട്ട് കൂടുതൽ എടുത്തത്? 56-ന് പകരം 65 ആണ്. അതായത് 9 കൂടുതൽ എടുത്തിരിക്കുന്നു അല്ലെ. 9 കൂടുതൽ എടുത്തിട്ട് ചെയ്തപ്പോഴാണ് ആവറേജ് 55 കിട്ടിയത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ തുകയിൽ നിന്നും 9 കുറയ്ക്കണം. ക്ലിയർ? അപ്പൊ ഞാൻ പറഞ്ഞു ഇനി നമ്മള് ആവറേജിലെ പുതിയ ആവറേജിലെ വ്യത്യാസം കണ്ടുപിടിച്ചാൽ മതി. അതിനെന്ത് ചെയ്യണം? എത്രയാണോ തുകയിൽ വരുന്ന വ്യത്യാസം, തുകയിൽ വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത് 9 ആണ്. 9 തുകയിൽ നിന്ന് കുറയ്ക്കേണ്ടത്. ഡിവൈഡഡ് ബൈ ആ 9-നെ എത്ര കുട്ടികളുണ്ടോ അത്രയും പേർക്ക് തുല്യമായിട്ട് വീതിക്കണം. അതിനെന്ത് ചെയ്താൽ മതി? എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. തുകയിലുണ്ടാകുന്ന വ്യത്യാസം ഡിവൈഡഡ് ബൈ എണ്ണം. എത്ര കുട്ടികളുണ്ടോ അത്രയും പേര് തുല്യമായിട്ട് കൊടുക്കണം ആ തുകയിൽ വരുന്ന വ്യത്യാസം. സോ 9 ഡിവൈഡഡ് ബൈ എണ്ണം എന്ന് പറയുന്നത് 25. ക്ലിയർ? അപ്പൊ ഓൾറെഡി ഉള്ള ആവറേജിൽ നിന്നും 9/25 സിംപ്ലിഫൈ ചെയ്ത് കിട്ടുന്നത് മൈനസ് ചെയ്താൽ മതി. ക്ലിയർ? പക്ഷെ ഈ ചോദ്യത്തിന് നിങ്ങൾക്ക് അതിലും എളുപ്പത്തിൽ ആൻസർ കണ്ടുപിടിക്കാം. ഉറപ്പായിട്ടും 55 മൈനസ് ആണ്. 55-നേക്കാൾ കുറഞ്ഞ ഒരു സംഖ്യയായിരിക്കും പുതിയ ആവറേജ് എന്ന് പറയുന്നത്, കറക്റ്റ് ആവറേജ് എന്ന് പറയുന്നത്. ഈ ഓപ്ഷൻസിനകത്ത് 55-നേക്കാൾ കുറവ് ഒരു സംഖ്യ മാത്രമേ ഉള്ളൂ. ദാറ്റ് ഇസ് 54.64 ആണ്. അങ്ങനെ തന്നെ ഇവിടെ ആൻസർ കണ്ടുപിടിക്കാം. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ കണ്ടുപിടിക്കണം. സോ 9 ഡിവൈഡഡ് ബൈ 25 നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല. സോ 9-നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 9-നെ 25 ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഒരു പോയിന്റ് കൊടുത്തു. ഒരു പോയിന്റ് കൊടുക്കുമ്പോ 90 ആയിട്ട് മാറും. ഒരു പോയിന്റ് കൊടുക്കും, ഇവിടെ ഒരു 0 കൊടുക്കാം. സോ 90 ആയിട്ട് മാറും. ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. 3 25 75 കുറയ്ക്കുമ്പോ 10-ൽ നിന്ന് 5 5, 8-ൽ നിന്ന് 7 1 15 എന്ന് കിട്ടും. സോ വീണ്ടും ഒരു 0 കൊടുക്കാം. 150 ആയിട്ട് മാറും. 150 എന്ന് പറയുമ്പോ 6 25 150 ആണ് അല്ലെ. 4 25 100, 6 25 180. സോ 0.36 എന്ന് കിട്ടും. അതായത് 55-ൽ നിന്നും 0.36 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. 55.36 മൈനസ് ചെയ്യാൻ വേണ്ടി ഞാൻ 2 0 കൊടുത്തു. മൈനസ് 0.36. സോ ഈ 5-ൽ നിന്ന് ഇവിടെ 10, ഇവിടെ 10 ആകും. 10-ൽ നിന്ന് 6 പോയാൽ 4, ഇവിടെ 9 ആകും. 9-ൽ 3 പോയാൽ 6. 55-ന് 55 ഇവിടെ 4 5 54.6
54.64 എന്ന് കിട്ടും. 54.64. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? അപ്പൊ ഓർക്കുക, നമ്മൾ കുറഞ്ഞ സംഖ്യക്ക് വരെ കൂടുതൽ എടുത്തിട്ടാണ് നമ്മൾ ഇപ്പൊ ആവറേജ് കണ്ടുപിടിച്ചിരിക്കുന്നതെങ്കിൽ അത് ഓൾറെഡി ആവറേജിൽ നിന്ന് മൈനസ് ആണ് ചെയ്യേണ്ടത്. എത്രയാണോ തുക വ്യത്യാസം വരുന്നത് ഡിവൈഡഡ് ബൈ എണ്ണം എടുത്താൽ മതി. അത് ഓൾറെഡി ഉള്ള ആവറേജിൽ മൈനസ് ചെയ്യുമ്പോൾ യഥാർത്ഥ ആവറേജ് കിട്ടും. ഇവിടെ നമുക്ക് 54.64. ആ ഒരു സിംപ്ലിഫിക്കേഷൻ കൂടി ഒന്ന് അറിഞ്ഞിരിക്കണം. എല്ലാവർക്കും മനസ്സിലായോ? ഈ സിനാരിയോ ഓർക്കുക. ചെറിയ സംഖ്യക്ക് പകരം വലിയ സംഖ്യ എടുത്ത് നമ്മൾ ചെയ്താൽ അവിടെ നമ്മൾ കുറയ്ക്കുകയാണ് വേണ്ടത്. വലിയ സംഖ്യക്ക് പകരം ചെറിയ സംഖ്യയാണ് തെറ്റായിട്ട് എടുക്കുന്നതെങ്കിൽ നമ്മൾ അവിടെ കൂട്ടുകയാണ് വേണ്ടത്. അത്രേ ഉള്ളൂ. പിന്നെ എത്രയാണ് വ്യത്യാസം ഡിവൈഡഡ് ബൈ എണ്ണം എടുത്ത് പഴയ ആവറേജിന്റെ കൂടെ ആഡ് ചെയ്യുക മൈനസ് ചെയ്യുക ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. സോ ഈ 2 ടൈപ്പ് ക്വസ്റ്റ്യൻ മാത്രമാണ് ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. 18ാമത്തെ ചോദ്യം. The average weight of 14 students was calculated as 71, but it was later found that the weight of one student had been wrongly entered as 42 instead of 56, and of another as 74 instead of 32. The correct average is 75, 80, 68, 69. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ 2 വാല്യൂ തെറ്റായിട്ട് എഴുതിയിട്ടുണ്ട്. അല്ല, 2 കുട്ടികളെ, ഇത് നമ്മൾ ഒരു കുട്ടിയുടെയാണ് പറയുന്നത്. ഇവിടെ 2 കുട്ടികളുടെ വാല്യൂ റോങ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ഇവിടെ n എന്ന് പറയുന്നത് 14 സ്റ്റുഡൻസ് ആണ്. ഓൾറെഡി ഉള്ള ആവറേജ് എന്ന് പറയുന്നത് എത്രയാണ്? 71 ആണ്. 71. ഇനി റോങ്ലി എൻറ്റേർഡ് വാല്യൂസ് ഒന്ന് നോക്കി. ഒരു കുട്ടിയുടെ വാല്യൂ 42 ആണ് തെറ്റായിട്ട് എടുത്തിരിക്കുന്നത്. എത്രയ്ക്ക് പകരം? 56 പകരം. 56 പകരം വെറും 42 എടുത്തിട്ടുള്ളൂ. ഇനി മറ്റൊരു കുട്ടിയുടെ ആണെങ്കിൽ 74 ആണ് എടുത്തിരിക്കുന്നത്. 74 ആണ് എടുത്തിരിക്കുന്നത്. എത്രയ്ക്ക് പകരമാ? 32 പകരമാണ്. 32 പകരം 74 എടുത്തിട്ടാണ്, അത്രയും കൂടുതൽ എടുത്തിട്ടാണ് ഒരു കുട്ടിയുടെ വാല്യൂ എടുത്തിരിക്കുന്നത്. ഇനി മറ്റൊരു കുട്ടിയാണെങ്കിൽ 56 പകരം 42 കുറച്ചെടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ അല്ലെ? 2 വാല്യൂസ് റോങ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ എങ്ങനെ ഇത് കണ്ടുപിടിക്കും? ആലോചിച്ച് നോക്കിയേ. 56 പകരം 42 ആണ് എടുത്തിരിക്കുന്നത്. അതായത് കുറച്ചാണ് എടുത്തിരിക്കുന്നത്. കുറച്ചെടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പുതിയ തുകയില് അത്രയും നമ്മൾ കൂട്ടണം. 42ന്റെ സ്ഥാനത്ത് 56ന്റെ സ്ഥാനത്ത് 42 എടുത്തിട്ടുള്ളൂ. 56 ശരിക്കും എടുക്കേണ്ടിയിരുന്നത്. അപ്പൊ അത്രയും നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടണം. വ്യത്യാസം എത്രയാണ്? 56 42 കുറച്ചാല് 4 14. 14 പുതിയ തുകയുടെ കൂടെ കൂട്ടണം. ശരിയല്ലേ? ഇനി രണ്ടാമത്തെ വാല്യൂലോ 32ന് പകരം 74 എടുത്തിരിക്കുന്നത്, കൂട്ടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ അത്രയും നമ്മൾ കുറയ്ക്കണം, പുതിയ തുകയിൽ കുറയ്ക്കണം. നോക്കിയേ, 74 മൈനസ് 32, 2 7 3 പോയാലും 4, 42 കൂടുതൽ എടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. സോ അത്രയും നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. നിങ്ങളത് ആലോചിച്ച് നോക്കി. ഒരു ഇതില് നമ്മൾ 14 കൂട്ടണം, ഒരു ഇതില് നമ്മൾ 42 കുറയ്ക്കണം. അതായത് 14നേക്കാളും കൂടുതൽ നമ്മൾ കുറയ്ക്കാനാണ്. ശരിയല്ലേ? അപ്പൊ ടോട്ടൽ എഫക്ട് എന്താണ്? ആവറേജ് കുറയും, അല്ലെ? തുകയിലും കുറവാണ്, ഇപ്പൊ ഉള്ളതിലും കുറവാണ് എടുക്കേണ്ടത്. ശരിയല്ലേ? കാരണം 14 കൂട്ടിയാൽ മതി, പക്ഷെ 42 കുറയ്ക്കാനുണ്ട്. 14നേക്കാളും വലിയ സംഖ്യയാണ് 42. അപ്പൊ അത്രയും കുറയ്ക്കാനുണ്ട് തുകയിൽ. ക്ലിയർ അല്ലേ? അപ്പൊ എന്തായിരിക്കും? ഉറപ്പായിട്ടും തുകയിൽ ഇപ്പൊ ഉള്ള തുകയിനേക്കാളും കുറവാണ് ആവറേജ്. അതുകൊണ്ട് തന്നെ കുറവായി. ആവറേജ് കണ്ടുപിടിക്കാൻ നമ്മൾ പഴയ ആവറേജിൽ നിന്ന് മൈനസ് ആണ് ചെയ്യേണ്ടത്. നോട്ട് ചെയ്യാം. ഇനി എത്രയാ കുറയ്ക്കേണ്ടത്? ഇവിടെ 42 കുറയ്ക്കണം, 14 കൂട്ടണം പുതിയ തുകയിൽ. ഒരു മൈനസും ഒരു പ്ലസും ആണ്. അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിരിച്ചിട്ടാണ് കൊടുക്കേണ്ടത്, അല്ലെ? 42ൽ നിന്ന് 14 കുറച്ചതിന് ശേഷം വലുതിന്റെ ചിഹ്നം, വലുതെന്ന് പറയുന്നത് മൈനസ് ആണ്, അല്ലെ? കുറയ്ക്കുകയാണ് വേണ്ടത്. 12ൽ 4 പോയാൽ 8, 3ൽ നിന്ന് 1 പോയാല് 2. സോ 28 എന്ന് കിട്ടും. ഇപ്പൊ മൊത്തത്തില് നമ്മുടെ തുകയിൽ കുറയ്ക്കേണ്ടതെന്ന് പറയുന്നത് 28 ആണ്. സോ ആവറേജ് കുറയ്ക്കുകയാണ് വേണ്ടത്. സോ തുകയിൽ വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത് 28 ആണ്. ഡിവൈഡഡ് ബൈ എത്രയാണോ എണ്ണം, എത്രയാണ്? 14. ഇത് സിംപ്ലിഫൈ ചെയ്ത് ഓൾറെഡി ഉള്ള ആവറേജിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. സോ 28ഉം 14 എന്ന് പറയുന്നത് 2 അല്ലെ? 14 കൂടെ 2 ആണ് 28. സോ 71 മൈനസ് 2 69 എന്ന് ആൻസർ കിട്ടും. 71 മൈനസ് 2 69 എന്ന് ആൻസർ കിട്ടും. എല്ലാവരും കിട്ടിയോ?
സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? ഇപ്പൊ ഇങ്ങനെ കുറയ്ക്കുകയും കൂട്ടുകയും വരുമ്പോ അതില് ഡിഫറൻറ്റ് സിമ്പിൾ ആണ് അല്ലെ? അതിൽ ഏതാണ് കൂടുതൽ വാല്യൂ ആ വാല്യൂന്റെ സിമ്പിൾ ആയിരിക്കും ആവറേജിൽ. പുതിയ ആവറേജ് കണ്ടുപിടിക്കും, അത് നമ്മൾ കൊടുക്കണം. പഴയ ആവറേജ് പ്ലസ് ആണോ മൈനസ് ആണോ എന്നുള്ളത്, ഏത് സംഖ്യയാണ് വലുത്? കുറയ്ക്കുന്ന സംഖ്യയാണ് വലുതെങ്കിൽ മൈനസ് ആയിരിക്കും, കൂട്ടുന്ന സംഖ്യയാണ് വലുതെങ്കിൽ പ്ലസ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് എത്രയാണ് വ്യത്യാസം തുകയിൽ വരുന്നത്? പ്ലസ് ഇവിടെ -42 പ്ലസ് 14 അപ്പൊ വലുതിൽ ചേർന്ന് കുറച്ച് വലുതിന്റെ സിമ്പിൾ കൊടുക്കുക. ദാറ്റ് ഇസ് -28 എന്ന് കിട്ടും. സോ 28 ഡിവൈഡഡ് ബൈ എണ്ണം, എത്രയാണ് മൊത്തം എണ്ണം ഉള്ളത്, അതുകൊണ്ട് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇത് ആവറേജിൽ വരുന്ന വ്യത്യാസം കിട്ടും. അത് പഴയതിൽ നിന്ന് മൈനസ് ചെയ്താൽ. ഓക്കെ അല്ലേ? സോ സിമ്പിൾ ഇടുന്നത് ശ്രദ്ധിച്ചോ. എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ. 19ാമത്തെ ചോദ്യം. The mean of 36 numbers was found as 42. Later on, it was determined that a number 47 was misread as 41. Find the correct mean of the given numbers rounded off to the two places of decimals. Railway Group B 2022 എക്സാം ആണ്. 43.74, 42.17, 42.83, 43.62. എങ്ങനെ കണ്ടുപിടിക്കാം? സോ n എന്ന് പറയുന്നത് 36 ആണ്. ഓൾറെഡി ഉള്ള ആവറേജ് എന്ന് പറയുന്നത് 42 ആണ്. ഇനി മിസ്റീഡ് 41 ആണ്. അതായത് തെറ്റുമായിട്ട് എടുത്തിരിക്കുന്നത് 41 ആണ്. ഏത് നമ്പറിന് പകരം? 47 എന്ന് പറയുന്ന സംഖ്യക്ക് പകരം തെറ്റായിട്ട് മിസ്റീഡസ് 41, 47 പകരമാണ് 41 എടുത്തിരിക്കുന്നത്. അതായത് കുറച്ചാണ് എടുത്തിരിക്കുന്നത്, കുറച്ചാണ്. ശരിക്കുള്ള വാല്യൂ നമ്മൾ കുറച്ചാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്രയും എന്ത് ചെയ്യണം? കൂട്ടുകയാണ് വേണ്ടത്. ഇപ്പൊ 41 പകരം 47 എടുക്കേണ്ടിയിരുന്നത്. അപ്പൊ 6 കൂടി കൂട്ടണം അല്ലെ? ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ ആവറേജ് ഉറപ്പായിട്ട് തുകയുടെ കൂടെ കൂട്ടുകയാണ് വേണ്ടതെങ്കിൽ പുതിയ ആവറേജ് കണ്ടുപിടിക്കാൻ പഴയ ആവറേജിന്റെ കൂടെ പ്ലസ് സിമ്പൽ ആണ് കൊടുക്കേണ്ടത്. ഇനി എത്രയാണ് ഡിഫറൻസ്? തെറ്റായിട്ട് രേഖപ്പെടുത്തിയ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? ദാറ്റ് ഈസ് 6 അല്ലെ? 6 ഡിവൈഡഡ് ബൈ ടോട്ടൽ എണ്ണം എത്രയാണ്, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. ക്ലിയർ? ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് പഴയ ആവറേജിനോട് ആഡ് ചെയ്താൽ മതി. 6 കൊണ്ട് 1/6 ആണ് അല്ലെ? 1/6. സോ 1/6 നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ പോയിന്റ് കൊടുക്കുമ്പോൾ ഇവിടെ 10 ആകും. ഒരു 6. സോ 4 കിട്ടും. ഒരു 0 കൂടെ 40. 6 36 കിട്ടും. വീണ്ടും 4 കിട്ടും. വീണ്ടും 6 36. സോ 0.16666 എന്ന് പറയുമ്പോൾ കണ്ടിന്യൂ ചെയ്തു പോകും. പക്ഷെ പറഞ്ഞിട്ടുണ്ട് 2 ഡെസിമലിന് റൗണ്ട് ഓഫ് ചെയ്യണമെന്ന്. അപ്പൊ 2 ഡെസിമലിന് എടുക്കുമ്പോൾ 16 ആണ്. പക്ഷെ 0.16 ആണ്. മൂന്നാമത്തെ സംഖ്യ എന്ന് പറയുന്നത് 6 ആണ്. 5-നേക്കാളും മുകളിലാണ്. സോ ഒന്നും കൂടി കൂട്ടി എഴുതണം. ദാറ്റ് ഈസ് 0.16 അല്ല എടുക്കേണ്ടത്, ഒന്നും കൂടെ കൂട്ടി 0.17 ആണ് എടുക്കേണ്ടത്. സോ 42 പ്ലസ് 0.17 എടുത്താൽ മതി. ദാറ്റ് ഈസ് 42.17 ആണ് ആൻസർ. സോ ആൻസർ എന്ന ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. കിട്ടിയോ? സിമ്പിൾ അല്ലേ? ഇപ്പോ ഇനി 20ാമത്തെ ചോദ്യം. The mean of marks obtained by 40 students in an exam is 72.5. ആവറേജ് എന്ന് പറയുന്നത് 72.5 ആണ്. ഇനി എണ്ണം എന്ന് പറയുന്നത് 40 ആണ്. But later note that by mistake 48 in written instead of 84. Find the correct mean. NTPC 2016 എക്സാം ക്വസ്റ്റ്യൻ ആണ്. 78.25, 60.25, 72.70, 73.4. ഇവിടെ നമ്മൾ തെറ്റായിട്ട് എടുത്തിരിക്കുന്നത് നോക്കിയേ. ബൈ മിസ്റ്റേക്ക് 48 in written instead of 84. 84-ന് പകരം ഇവിടെ എടുത്തിരിക്കുന്നത് എത്രയാണ്? 48 ആണ് എടുത്തിരിക്കുന്നത്. തലതിരിച്ചാണ് എടുത്തിരിക്കുന്നത്. 84 എടുക്കേണ്ടിയിരുന്ന സ്ഥാനത്ത് അതിനേക്കാളും കുറഞ്ഞ സംഖ്യ ആയിട്ടുള്ള 48 ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഓർത്ത് നോക്കി, കുറച്ചാണ് എടുക്കുന്നതെങ്കിൽ ശരിയായിട്ടുള്ള തുകയില് നമ്മൾ അത്രയും കൂട്ടാണ് വേണ്ടത്. സോ ഉറപ്പായിട്ടും പുതിയ ആവറേജ് എന്ന് പറയുന്നത് പഴയ ആവറേജിനേക്കാളും കൂടുതലായിരിക്കും. സോ പ്ലസ് ഇട്ടു. ഇനി എത്രയാ ഡിഫറൻസ്? 84 മൈനസ് 48. 14 മൈനസ് 8 6. 7 മൈനസ് 4 3. 36 കിട്ടും. അപ്പൊ പുതിയ തുകയില് നമ്മൾ 36 കൂട്ടണമായിരുന്നു. കൂട്ടണം. സോ 36 ആവറേജും കൂട്ടണം. സോ ആവറേജ് പ്ലസ് കൊടുത്തു. ഇനി 36 ആണ് വ്യത്യാസം എന്ന് പറയുന്നത്. രണ്ട് സംഖ്യ, തെറ്റായിട്ടുള്ള സംഖ്യയും ശരിയായിട്ടുള്ള സംഖ്യ തമ്മിലുള്ള വ്യത്യാസം 36 ആണ്. ഡിവൈഡഡ് ബൈ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലെ?
എണ്ണം എന്ന് പറയുന്നത് 40 സോ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 9 ഇവിടെ 10 9 ഡിവൈഡ് ബൈ 10. ഇത് നമുക്ക് സിമ്പിൾ ആണ്. ഇതിനെ സിംപ്ലിഫൈ എളുപ്പമല്ലേ? 9 ഡിവൈഡ് ബൈ 10 എന്ന് പറയുന്ന ഒരു 0 വരുന്നത് അല്ലെ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ 10 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ മുകളില് അത്രയും സ്ഥാനം എത്ര 0 ഉള്ളത് അത്രയും സ്ഥാനം ലെഫ്റ്റിലേക്ക് കുത്തുകൊടുത്താൽ മതി അല്ലെ? പോയിന്റ് ഇട്ടാൽ മതി. അതായത് 72.5 പ്ലസ് 9/10 എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാനം മാറ്റി ലെഫ്റ്റിലേക്ക് ഒരു പോയിന്റ് ഇടുക. ദാറ്റ് ഇസ് 0.9 എന്ന് കിട്ടും. സോ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 72.5 പ്ലസ് 0.9. 9 5 14 1 ശിഷ്ടം 2 1 3 then 73.4. ആൻസർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. കിട്ടിയോ? 73.4. ഓക്കെ അല്ലേ? ഓൾറെഡി ഉള്ള ആവറേജ് എടുക്കുക. കുറഞ്ഞ വാല്യൂ എടുത്തിരിക്കുന്നതിൽ ഉറപ്പായിട്ട് പുതിയ തുകയിൽ കൂട്ടുകയാണ് വേണ്ടത്. ആ പ്ലസ് കൊടുക്കുക. കൂടുതലായി എടുത്തിരിക്കുന്നെങ്കിൽ പുതിയ തുകയിൽ കുറയ്ക്കണം, മൈനസ് കൊടുക്കുക. എത്രയാണ് തെറ്റായിട്ട് എടുത്ത രണ്ട് സംഖ്യ തമ്മിൽ വ്യത്യാസം? ഡിവൈഡഡ് ബൈ എണ്ണം എടുത്ത് സിംപ്ലിഫൈ ചെയ്യുക. ദെൻ ആ സിംപ്ലിഫൈ ചെയ്യുന്ന വാല്യൂ ഓൾറെഡി ഉള്ള ആവറേജിനോട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള ആവറേജ്. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? 21ാമത്തെ ചോദ്യം. The average marks of 30 students in a class is 45. While checking, 2 errors were noticed. After correction, one student got 45 marks more and other 55 marks less. What is the corrected mean? Railway non-technical 12 exams ആണ്. 45, 47, 46, 44. സോ കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 30 ആണ്. ആവറേജ് ഓൾറെഡി ഉള്ള ആവറേജ് എന്ന് പറയുന്നത് 45 ആണ്. 45 ആണ്. ഇനി നമുക്ക് തെറ്റായിട്ട് എടുത്തിരിക്കുന്ന വാല്യൂസ് നോക്കാം. ഒരു കുട്ടിയുടെ മാർക്ക് ആഫ്റ്റർ കറക്ഷൻ 45 മാർക്ക് കൂടുതൽ കിട്ടി. പിന്നെ നോക്കിയപ്പോ 45 മാർക്ക് ആ കുട്ടി കൂടുതലാണ്. അപ്പൊ ആ 45 മാർക്ക് എന്ത് ചെയ്യണം? പുതിയ ഇതിൽ കൂട്ടണം. പുതിയ സമ്മിൽ കൂട്ടിയിട്ടാണ് ആവറേജ് കണ്ടുപിടിക്കാൻ. അതുപോലെ ഒരു കുട്ടിക്ക് 15 മാർക്ക് കുറവാണ് കിട്ടിയത്. 15 മാർക്ക് കുറവെന്ന് പറഞ്ഞാൽ അത്രയും എന്ത് ചെയ്യണം? കുറയ്ക്കണം. അപ്പൊ ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 2 എററാണ് സംഭവിച്ചിരിക്കുന്നത്. ഒരു ഇതില് 45 വീണ്ടും കൂട്ടണം, ഒരു ഇതിന് 15 കുറയ്ക്കണം. അപ്പൊ ഇവിടെ വലിയ സംഖ്യ ഏതാണ്? 45 ആണ്. കൂട്ടുകയാണ് വേണ്ടത്. അപ്പൊ പുതിയ തുകയിലും എന്തായിരിക്കും സംഭവിക്കുക? നമ്മൾ കൂട്ടുകയാണ് വേണ്ടത്. കാരണം 15-നേക്കാളും വലുത് സംഖ്യയാണ് 45. അതിന് സിമ്പിൾ പ്ലസ് ആണ്. സോ ഉറപ്പായിട്ടും പുതിയ ആവറേജ് എന്ന് പറയുന്നത് പഴയ ആവറേജിനേക്കാളും കൂടുതലായിരിക്കും. സോ ഞാൻ പ്ലസ് ഇട്ടു. ഇനി ഈ രണ്ട് വാല്യൂസ് റോങ് ആയിട്ട് വന്നിട്ടുണ്ടല്ലേ? അപ്പൊ ഡിഫറൻസ് എന്താണ്? സോ ഞാൻ പറഞ്ഞു, വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം കൊടുക്കണം. 5-ൽ നിന്ന് 5 കുറച്ചാൽ 0, 4-ൽ നിന്ന് 1 കുറച്ചാൽ 3. സോ 45-ൽ നിന്ന് 15 കുറച്ചാൽ 30 ആണ്. വലുതിന്റെ ചിഹ്നം എന്ന് പറയുന്നത് പ്ലസ് ആണ്. അപ്പം വ്യത്യാസം എന്ന് പറയുന്നത്, തുകയിൽ വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത് 30 ആണ്. ക്ലിയർ അല്ലേ? കാരണം ഒന്ന് 45 കൂട്ടണം, ഒന്ന് 15 കുറയ്ക്കണം. അപ്പൊ 45 കൂട്ടിയും 15 കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ തുകയിൽ വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത് ഇൻക്രീസ് എന്ന് പറയുന്നത് 30 ആണ്. സോ 30 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് 30 ആണ്. സോ ഈ 30 ക്യാൻസൽ ആകും. സോ 1 എന്ന് കിട്ടും. സോ പുതിയ കറക്റ്റ് ആവറേജ് എന്ന് പറയുന്നത് 45 പ്ലസ് 1 ആണ്. ദാറ്റ് ഈസ് 46 എന്ന് കിട്ടും. സോ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ്, 46. ഓക്കെ, യെസ്. ഇനി 22ാമത്തെ ചോദ്യം. In an examination, the mean marks of 36 students in mathematics was 72.5. On revisiting the marks, it was found that the marks of a student were wrongly written as 65 instead of 56. Then what would be the correct mean? RRB group 18 exam question ആണ്. 71.5, 72.25, 72, 73. So n എന്ന് പറയുന്നത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് 36 ആണ്. ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് 72.5 ആണ്. ഇനി റോങ്ലി എന്റെ വാല്യൂ ഏതാണ്? റോങ്ലി റിട്ടൺ ആസ് 65 ഇൻസ്റ്റെഡ് ഓഫ് 56 ആണ് അല്ലെ? 56. 56-ന് പകരം 65 എടുത്തിട്ടാണ് ആവറേജ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അതായത് കൂടുതൽ എടുത്താൽ ഉറപ്പായിട്ടും പുതിയതിന് നമ്മൾ തുകയിൽ കുറയ്ക്കുകയാണ് വേണ്ടത്. എത്രയാണ് കൂടുതൽ എടുത്തത് അത്രയും നമ്മൾ തുകയിൽ കുറയ്ക്കണം. എത്ര? 56-ന്റെ സ്ഥാനത്ത് 65-ആണ് എടുത്തിരിക്കുന്നത്. 9 കൂടുതൽ എടുത്തു അല്ല, 9. ആ 9 നമ്മൾ പുതിയ തുകയിൽ എന്ത് ചെയ്യണം? കുറയ്ക്കണം. സോ തുകയിൽ കുറച്ചാൽ ഉറപ്പായിട്ടും പുതിയ ആവറേജിലും കുറയ്ക്കുകയാണ് വേണ്ടത്. പഴയ ആവറേജിൽ നിന്ന് പുതിയ ആവറേജ് കണ്ടുപിടിക്കാനായിട്ട് കുറയ്ക്കുകയാണ് വേണ്ടത്. സോ മൈനസ് സിമ്പൽ ഞാൻ കൊടുത്തു. അടുത്ത് കണ്ടുപിടിക്കേണ്ടത് തുകയിൽ വരുന്ന വ്യത്യാസം ഡിവൈഡഡ് ബൈ എണ്ണമാണ്.
തുകയിൽ വരുന്ന വ്യത്യാസം ഡിവൈഡഡ് ബൈ എണ്ണം. 9 കൊണ്ട് തന്നെ സിംപ്ലിഫൈ ചെയ്യാം. 1 9 9, 4 9 36, 4 9 36. സോ 1/4 എന്ന് കിട്ടും. 1/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/2 എന്ന് പറഞ്ഞാൽ 0.5 ആണ്. 1/4 എന്ന് പറഞ്ഞാൽ 0.25 ആണ്. 4 എന്ന് പറഞ്ഞാൽ 4, 0.25 ആണ്. സിംപ്ലിഫൈ ചെയ്താൽ 0.25 കിട്ടും. 72.5 മൈനസ് 0.25. 72.5 എന്ന് പറഞ്ഞാൽ 72 അര. 72 അരയിൽ നിന്ന് 0.25 കാല് കുറച്ചാൽ എത്ര കിട്ടും? 72.25 അല്ലേ? നോക്കിയോളൂ. 72.5 5 മൈനസ് 0.25. 50 നിന്ന് 25 പോയാൽ 25. സോ 72.25. സോ ആൻസർ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. കിട്ടിയോ? ഓക്കെ അല്ലേ? യെസ്. ദെൻ 23ാമത്തെ ചോദ്യം. The mean of 150 items was found to be 45. If at the time of calculation, 2 items were wrongly taken as 83 and 76 instead of 38 and 46. Then the correct mean is RRB NTPC 2020 exam question ആണ്. 44.5, 44, 43.5, 43. So നോക്കി, ടോട്ടൽ ഐറ്റംസ് അതായത് n എന്ന് പറയുന്നത് 150 ആണ് അല്ലേ? 150 ആണ്. ഇനി ആവറേജ് എന്ന് പറയുന്നത് മീൻ അല്ലെങ്കിൽ ആവറേജ് എന്ന് പറയുന്നത് 45 ആണ്. ഇനി റോങ്ലി എൻറ്റേഡ് വാല്യൂസ് അത് 2 എണ്ണം റോങ് ആയിട്ടുണ്ട് അല്ല. ഒന്ന് 83 എടുത്തിട്ടുണ്ട്. ഏതിന് പകരം? 83 എടുത്തിരിക്കുന്നത് 38ന്റെ സ്ഥാനത്താണ്. 38 ആണ് എടുക്കേണ്ടിയിരുന്നത്. ആ 37 എടുക്കേണ്ട സ്ഥാനത്ത് തെറ്റായിട്ട് 83 ആണ് എടുത്തത്. അതുപോലെ തന്നെ രണ്ടാമത് 76 എടുത്തിട്ടുണ്ട്. 76 എന്ന് പറഞ്ഞാൽ ഏതിന് പകരം എടുത്തിരിക്കുന്നത്? ഇൻസ്റ്റെഡ് ഓഫ് 46 അല്ലെ, 46ന് പകരം 76 ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ രണ്ടും കൂടുതലാണ് എടുത്തിരിക്കുന്നത്. 38ന് പകരം 83 എടുത്തു, 46ന് പകരം 76 എടുത്തു. ക്ലിയർ? രണ്ടും കൂടുതൽ എടുത്തിരിക്കുന്നത്. അപ്പൊ രണ്ട് വാല്യൂസ് എത്രയാണോ കൂടുതൽ എടുത്തിരിക്കുന്നത്, രണ്ടും എന്ത് ചെയ്യണം? കുറയ്ക്കാൻ വേണ്ടത്. പുതിയ തുകയിൽ കുറയ്ക്കണം, എന്നിട്ട് വേണം ആവറേജ് കണ്ടുപിടിക്കാൻ. രണ്ടും കുറയ്ക്കാൻ വേണ്ടത്. അപ്പൊ ഉറപ്പായിട്ടും പുതിയ ആവറേജ് എന്ന് പറയുന്നത് കുറയ്ക്കാൻ വേണ്ടത്. പഴയ ആവറേജിൽ നിന്നും കുറവായിരിക്കും, കാരണം രണ്ട് വാല്യൂസ് കുറയ്ക്കുകയാണ് വേണ്ടത്. അപ്പൊ എത്ര കുറയ്ക്കേണ്ടത്? 83 മൈനസ് 38. 13 നിന്ന് 8 പോയാല് 5, 7 നിന്ന് 3 പോയാല് 4, 45 കുറയ്ക്കും. കാരണം 45 കൂടുതൽ എടുത്താണ് ചെയ്തിരിക്കുന്നത്. ശരിയായിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് 38 ഉള്ളൂ. സോ 45 കൂടുതൽ എടുത്തിട്ടുണ്ട്. ആ 45 കുറയ്ക്കും. അടുത്തോ 76 മൈനസ് 46, 0. 7 4 പോയാല് 30. 46ന്റെ സ്ഥാനത്ത് 76 എടുത്തിട്ടുണ്ട്. അതായത് 30 കൂടുതൽ എടുത്തിട്ടുണ്ട്. ആ 30 കുറയ്ക്കും. അപ്പൊ രണ്ടും കുറയ്ക്കാൻ വേണ്ടി 45 30. 45 30 എന്ന് പറയുന്നത് രണ്ടും ഒരേ ചിഹ്നമാണ്. സോ അങ്ങനെ വരുമ്പോ രണ്ടും തമ്മിൽ കൂട്ടിയിട്ട് അതേ ചിഹ്നം കൊടുത്താൽ മതി. സോ 45 30, 4 3 7 5 75 എന്ന് കിട്ടും. 75 അതേ ചിഹ്നം മൈനസ് ചിഹ്നമാണ്. 75 ഡിവൈഡഡ് ബൈ എണ്ണം. എണ്ണം എത്രയാണ്? 150. 150. സോ 75 150. 75 ഡിവൈഡഡ് ബൈ 150. 75 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാം. 75 കൂടെ 2 ആണ് 150. സോ 1/2 എന്ന് കിട്ടും. സോ 45 മൈനസ് 1/2. 1/2 എന്ന് പറഞ്ഞാൽ 0.5 ആണ് അല്ലെ? 45 മൈനസ് 0.5 ആണ്. 44.5 എന്ന് കിട്ടും. 44.5. സോ ആൻസർ ഓപ്ഷൻ എ ആണ്. കിട്ടിയോ? 44.5. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. 24ാമത്തെ ചോദ്യം. എ സ്റ്റുഡൻസ് മാർക്ക് വാസ് റോങ്ലി എൻറ്റേർഡ് ആസ് 86 ഇൻസ്റ്റെഡ് ഓഫ് 66 ഡ്യൂ ടു ദ ആവറേജ് മാർക്സ് ഫോർ ദ class got increased by 1/2. Then what is the number of students in the class? രണ്ടാമത്തെ ടൈപ്പ് ചോദ്യം. ഓപ്ഷൻ എ 30, 35, 40, 45. സിമ്പിൾ ആണ്, ഒന്നുമില്ല, നമ്മൾ ഓൾറെഡി പഠിച്ച സെയിം കാര്യം തന്നെയാണ്. ഇവിടെ ആവറേജ് എത്ര വ്യത്യാസം ഉണ്ടായെന്ന് നോക്കിയേ. നേരത്തെ ഉണ്ടായിരുന്ന ആവറേജിനെക്കാളും ഹാഫ് ഇൻക്രീസ് ചെയ്തെന്നാണ് പറയുന്നത്. അല്ല, ഇൻക്രീസ്ഡ് ബൈ ഹാഫ് ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് n ആണ്. ഇനി റോങ് ആയിട്ട് എൻട്രി ചെയ്ത് എത്രയാന്ന് നോക്കിയേ. wrongly entered as 86 instead of 66 ആണ്. 66 എടുക്കേണ്ടിയിരുന്ന സ്ഥാനത്ത് 86. അപ്പോഴാണ് ആവറേജിൽ ഹാഫ് ഇൻക്രീസ് ഉണ്ടായത്. ക്ലിയർ അല്ലേ?
അപ്പൊ 20 കൂടുതൽ എടുത്തു അല്ല 20 66 പകരം 86 എടുത്തിരിക്കുന്നത്. സോ 20 കൂടുതൽ എടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ വന്നപ്പോ ആവറേജ് ഹാഫ് ഇൻക്രീസ് ചെയ്തു. നമ്മൾ നേരത്തെ ആലോചിച്ച് നോക്കിയേ. നേരത്തെ നമ്മൾ പറഞ്ഞു പുതിയ ആവറേജ് എന്ന് പറയുന്നത് പഴയ ആവറേജ് പ്ലസ് ആവറേജിലുള്ള ഡിഫറൻസ് എന്നാണ് പറഞ്ഞത്. ആവറേജിൽ ഉണ്ടാകുന്ന ഡിഫറൻസ്. അപ്പൊ ആവറേജിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ആവറേജിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് തുകയിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് ആണ്. തുകയിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? റോങ്ലി എന്റർ ചെയ്ത സംഖ്യയും ശരിയായിട്ടുള്ള സംഖ്യയും തമ്മിലുള്ള വ്യത്യാസമാണ് തുകയിൽ ഉണ്ടാകുന്ന വ്യത്യാസം. ഡിവൈഡഡ് ബൈ എടുത്തു കഴിഞ്ഞാൽ ആവറേജിൽ ഉണ്ടാകുന്ന വ്യത്യാസം കിട്ടും. ശരിയല്ലേ? ആവറേജിൽ ഉണ്ടാകുന്ന വ്യത്യാസം ഈസ് ഈക്വൽ ടു തുകയിൽ ഉണ്ടാകുന്ന വ്യത്യാസം ഡിവൈഡഡ് ബൈ എണ്ണമാണ്. അങ്ങനെയല്ലേ നമ്മൾ ഇത്രയും പ്രോബ്ലം ചെയ്തത്? പഴയ ആവറേജിന്റെ കൂടെ ആവറേജിലുള്ള വ്യത്യാസം ആഡ് ചെയ്താൽ മതി. അതിനെന്ത് ചെയ്തു? തുകയിൽ ഉണ്ടാകുന്ന വ്യത്യാസം, അതായത് റോങ് ആയിട്ട് എൻട്രി ചെയ്ത സംഖ്യയും ശരിയായിട്ടുള്ള സംഖ്യ തമ്മിൽ വ്യത്യാസം ഡിവൈഡഡ് ബൈ എത്ര കുട്ടികളുണ്ടോ ആ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തു. ശരിയല്ലേ? യെസ്, ആ സെയിം തന്നെയാണ്. ആവറേജിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് ഇസ് ഈക്വൽ ടു തുകയിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് ഡിവൈഡഡ് ബൈ എണ്ണം. അപ്പൊ ആവറേജിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് എത്രയാണ്? 1/2 ആണ്. 1/2 ആണ്. തുകയിൽ ഉണ്ടാകുന്ന വ്യത്യാസമോ 20 ആണ്. 66 സ്ഥാനത്ത് 86 എടുത്തു. സോ 20 നമ്മൾ എന്ത് ചെയ്യണം? അവിടെ വ്യത്യാസമുണ്ട്. സോ തുകയിലുണ്ടാകുന്ന വ്യത്യാസം 20 ആണ്. ഡിവൈഡഡ് ബൈ n. അല്ലെ, ഈ n ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ n കണ്ടുപിടിക്കാൻ ഞാൻ എന്ത് ചെയ്യുന്നു? n നെ മുകളിൽ കൊണ്ടുപോകാം. നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകും n. എന്നിട്ട് ഈ 1 അടിയിലേക്ക് കൊണ്ടുപോകും. 1 താഴെ പോകുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണമില്ല. അപ്പൊ n ഈസ് ഈക്വൽ ടു ഇനി ഈ 2 എന്ത് ചെയ്യുന്നു? നേരെ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകും. അപ്പൊ ഓൾറെഡി അവിടെ 20 ഉണ്ട്. ഈ അടിയിൽ കിടക്കുന്ന 2 അപ്പുറത്ത് പോകുമ്പോ ഇവിടെ ഡിവൈഡ് ചെയ്തുവെങ്കിൽ അപ്പുറത്ത് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 20 ഗുണം 2 40 എന്ന് ആൻസർ. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് 40 ആണ്. ഓപ്ഷൻ സി 40 ആണ് ആൻസർ. ഒന്നുമില്ല, ആവറേജിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് തുകയിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് ഡിവൈഡഡ് ബൈ എണ്ണമാണ്. അതിൽ നിന്ന് ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം, സിംപ്ലിഫൈ ചെയ്തിട്ട്. സോ ഇങ്ങനെയുള്ള ഒരു ചോദ്യം കൂടി ചെയ്ത് നമുക്ക് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യാം. 25ാമത്തെ ചോദ്യം. A student's marks were wrongly entered as 96 instead of 69. Due to this, average marks of the class went up by 1/3 marks. What is the number of students in the class? Option A 75, option B 81, option C 78, option D 84. സെയിം നേരത്തെ അതേ ചോദ്യം തന്നെയാണ്. ആവറേജിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്, ആവറേജിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 1/3 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് n ആണ്. ഇനി റോങ് ആയിട്ട് എൻട്രി ചെയ്തതോ 96 ഇൻസ്റ്റെഡ് ഓഫ് 69 ആണ്. അല്ലെ, 69 പകരം 96 എടുത്തിരിക്കുന്നത്. ക്ലിയർ? അപ്പൊ അവിടുത്തെ ഡിഫറൻസ് എത്രയാണ്? തുകയിൽ വരുന്ന ഡിഫറൻസ് 96 മൈനസ് 69, 7, 16 മൈനസ് 9, 7, 8, 6, 2. സോ 27 ആണ്. സോ 27 ആണ് തുകയിൽ വരുന്ന വ്യത്യാസം. സോ അപ്പൊ ആവറേജിൽ വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത് തുകയിൽ വരുന്ന വ്യത്യാസം 27 ഡിവൈഡഡ് ബൈ എണ്ണം. n. അതാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ആവറേജിലെ ഡിഫറൻസ് എന്ന് പറയുന്നത്, ആവറേജിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 1/3 ആണ്. സോ ഞാൻ ഈ n അപ്പുറത്ത് കൊണ്ടുപോകുന്നു മുകളില്. ഈ 3 അപ്പുറത്ത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകും. ദാറ്റ് ഈസ് ഓൾറെഡി 27 അവിടെ ഉണ്ട്. ഈ 3 മുകളിൽ പോകുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യണം. 27 എണ്ണം. സോ 3 7 21, 2 ശിഷ്ടം 2 3 6, 6 2 8, 81 ആൻസർ. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? അപ്പൊ ആവറേജിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് ഈസ് ഈക്വൽ ടു തുകയിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് ഡിവൈഡഡ് ബൈ എണ്ണം. ഇത് മതി. രണ്ട് ടൈപ്പ് ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചത്. സോ ആകെ ഓർക്കേണ്ടത് കുറഞ്ഞ സംഖ്യക്ക് വരെ കൂടുതലാണോ എടുത്തത്, അതോ കൂടിയ സംഖ്യക്ക് വരെ ചെറിയ സംഖ്യയാണ് എടുത്ത് നമ്മൾ ചെയ്യാൻ നോക്കുക. അതനുസരിച്ച് പ്ലസും മൈനസ് ഇട്ടാൽ മാത്രമാണ്. എല്ലാവരും ക്ലിയർ ആയിട്ട് മനസ്സിലായോ? ഓക്കെ ആണോ? ആപ്റ്റിറ്റ്യൂഡിന്റെ ക്ലാസ് സാറ്റിസ്ഫൈഡ് ആണോ? മനസ്സിലാകുന്നുണ്ട്? കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇത് കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലായി? തുടർന്നുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്? എനിക്കൊരു ഫീഡ്ബാക്ക് തരാമോ? കമന്റിൽ ഒന്ന് ഫീഡ്ബാക്ക് തരാം. കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്ത് ക്വസ്റ്റ്യൻസ് വർക്ക് തുടർന്നുള്ള ആദ്യത്തെ 1-2 ചോദ്യങ്ങൾ കഴിഞ്ഞതിന് ശേഷമുള്ള ചോദ്യങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യാമോ? ഓക്കെ, നമുക്ക് അതിന്റെ അടുത്ത 2 പാർട്ട് കൂടിയുണ്ട് ആവറേജിന്റെ. അത് നമ്മൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങൾക്ക് വീഡിയോ ലോഡ് ആകുന്നതാണ്. ആദ്യത്തെ ഫസ്റ്റ് പാർട്ട് ക്ലാസ് കംപ്ലീറ്റ് ചെയ്തവര് ആ ക്ലാസ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം മാത്രം ഈ സെക്കൻഡ് പാർട്ട് ക്ലാസ് കംപ്ലീറ്റ് ചെയ്യും. അതുപോലെ തന്നെ റീസണിങ്
അതുപോലെ ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻ, ഇംഗ്ലീഷ് ആർ ക്വസ്റ്റ്യൻസ്, ഗോൾഡൻ ടോപ്പിക്സ് ക്ലാസ്സുകളെല്ലാം തുടർന്ന ദിവസങ്ങൾ എയിംസ് ഡോട്ട് സെറ്റിന്റെ റെയിൽവേക്ക് വേണ്ടി എക്സ്ക്ലൂസീവ് ആയിട്ട് വരുന്നതാണ്. സോ ഈ ചാനൽ ടാർഗറ്റ് എയിംസ് ഡോട്ട് സെറ്റ് ബൈ നേഴ്സസ് സക്സസ് മാജിക് എന്ന് പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾക്ക് തുറന്നുള്ള ക്ലാസ്സിൽ പ്രയോജനം ചെയ്യുന്ന ക്ലാസ്സുകളായിരിക്കും. നിങ്ങൾ പ്രത്യേകിച്ചും ഒരു സെൻട്രൽ ഗവൺമെന്റ് എക്സാമിന് തയ്യാറെടുക്കുന്നുണ്ട് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഈ ക്ലാസ്സുകൾ പ്രയോജനപ്പെടുത്തുക കേട്ടോ. സോ നമ്മുടെ എയിംസ് നോർസെറ്റ് 12 ബാച്ചിന്റെ ഹൈബ്രിഡ് ബാച്ചിന്റെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഏപ്രിലിൽ നോർസെറ്റ് 12, അതുപോലെ അടുത്ത സെപ്റ്റംബറിലെ നോർസെറ്റ് 13 എക്സാമിനൊക്കെ ആയിട്ട് പ്രിപ്പയർ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവര് വേഗം നോർസെറ്റ് 12 ബാച്ചിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ആവശ്യത്തിന് സമയമുണ്ട്. അടിപൊളിയായിട്ട് കംപ്ലീറ്റ് സിലബസ് എയിംസ് നോർസെറ്റിന്റെ സിലബസ് അനുസരിച്ച് തന്നെ കംപ്ലീറ്റ് ചെയ്ത് എയിംസ് നോർസെറ്റ് 12 എക്സാം തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്നവർ, അതുപോലെ 13 എക്സാമിനൊക്കെ പ്രിപ്പയർ ആഗ്രഹിക്കുന്നവര്, അതുപോലെ റെയിൽവേ നഴ്സിംഗ് സൂപ്രണ്ട് എക്സാമിന് ആഗ്രഹിക്കുന്നവര് ഉറപ്പായിട്ടും എയിംസ് നോർസെറ്റ് 12 അതുപോലെ റെയിൽവേ കമ്പൈൻഡ് ബാച്ചിൽ തന്നെ ജോയിൻ ചെയ്ത് പഠിക്കുക. അതുപോലെ DHS നഴ്സിംഗ് ഓഫീസർ, നഴ്സിംഗ് ട്യൂട്ടർ PSC, SCTIMS, ഇൻഹാൻസ് കമ്പൈൻഡ് ബാച്ചിന്റെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലും ജോയിൻ ചെയ്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവര് വേഗം ജോയിൻ ചെയ്ത് പഠിക്കാം. ഒട്ടും സമയം കളയരുത്. എത്രയും വേഗം പഠിച്ച് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം എക്സാം നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ തന്നെ എക്സാമിനായിട്ട് റെഡി ആവുക. സോ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ വീണ്ടും കാണാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.